തൃശൂർ ശാസ്താംപൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ 2 കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്താണ് സൂരജ്? ടി.കെ. ഈ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവി ആക്രമണം ആ മരണത്തിലേക്ക് വഴിതെളിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പരാതി ലഭിക്കുന്നത്. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്താനായിട്ടുള്ള ഈ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശവുമായി ഇപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് 2-നാണ് ഇത്തരത്തിൽ ഈ ശാസ്താംപൂവം കോളനിയിലെ 2 കുട്ടികളെ കാണാനില്ല എന്ന് പരാതി ലഭിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ ഒരാഴ്ചയോളമായിരുന്നു ഈ കുട്ടികളെ കാണാതായിട്ട്. ഇവർ ഈ കുട്ടികൾ ബന്ധുവീട്ടിൽ പോയി എന്ന് കരുതി പോലീസിനോ മറ്റോ പരാതി നൽകാതെ ഇവർ കുട്ടികൾ മടങ്ങി വരും എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കുട്ടികളെ കാണാതായതോട് ഈ സംഭവം കുട്ടികളെ തിരഞ്ഞിവർ ഈ ബന്ധുവീടുകളിൽ എത്തിയതോടുകൂടിയാണ് ഈ കുട്ടികളെ കാണാനില്ല എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് മാർച്ച് 2-ന് പോലീസിന് പരാതി നൽകുന്നു. ഈ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്നുകൊണ്ട് അന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഈ കുട്ടികളെ കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് പിറ്റേ ദിവസം ഒരു സംയുക്ത ഓപ്പറേഷൻ നടത്തി ഈ ഉൾവനത്തിലടക്കം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ കുട്ടികളെ കണ്ടെത്തുന്നത്. പക്ഷേ ഇവരുടെ മൃതദേഹം കണ്ടെത്തുമ്പോൾ ഈ 2 മൃതദേഹങ്ങളും തമ്മിൽ വളരെയേറെ കാലപ്പഴക്കമുണ്ടായിരുന്നു. ഒരു കുട്ടി മരത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ് മരിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് ഒരാഴ്ചയോളം ആ മൃതദേഹത്തിന് പഴക്കമുണ്ടായിരുന്നു. മറ്റേ മൃതദേഹത്തിന് 2 ദിവസം മാത്രമാണ് പഴക്കമുണ്ടായിരുന്നത്. ഈ അരുൺ എന്ന് പറയുന്ന ആളുടെ മൃതദേഹത്തിനായിരുന്നു ഏറ്റവും കൂടുതൽ പഴക്കമുണ്ടായിരുന്നു. ഒപ്പം മരിച്ച സജിയുടെ മൃതദേഹത്തിന് 2 ദിവസം മാത്രമാണ് പഴക്കമുണ്ടായിരുന്നത്. ഈ മൃതദേഹങ്ങളുടെ ഈ കാലപ്പഴക്കം സംബന്ധിച്ച് അന്ന് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ചെറിയ രീതിയിൽ ദുരൂഹതയെല്ലാം പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇതിന്മേലാണ് ഇപ്പോൾ ഈ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ഈ കുട്ടികളുടെ മരണം ഈ മരത്തിൽ നിന്ന് വീണ് മാത്രമാണ് എന്ന് കരുതാൻ കഴിയില്ല. അതിൽ വന്യജീവി ആക്രമണം കാരണമായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് അന്വേഷിക്കണം എന്നൊരു പരാതിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ലഭിച്ചത്. ഈ പരാതിയിന്മേലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഈ പരിശോധിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് ഇപ്പോൾ ഈ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ടുള്ള ബീനാകുമാരി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും 15 ദിവസത്തിനകം ഇതിന്റെ ദുരൂഹത സംബന്ധിച്ച അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ടി.കെ. മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സൂരജ് സജി തൃശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.